അപ്പോൾ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഹോളി ലാൻഡിൻ്റെ മൈക്കാണ്. അപ്പം കുറേ മൈക്ക് നമ്മൾ ഉപയോഗിച്ചെങ്കിലും അടിപൊളിയായിട്ട് നമുക്ക് തോന്നിയത് ഈ ഒരു മൈക്കാണ്. ഇതാണ് നമ്മുടെ ഹോളി ലാൻഡിൻ്റെ മാർക്ക് M2. ഇതാണ് മൈക്ക്. ഇതുണ്ട് സി ടൈപ്പാണ് ചാർജർ. ഇതിൽ ഓൾറെഡി ഫുൾ ചാർജ് ഉണ്ട്. അപ്പം ഹോളി ലാൻഡിൻ്റെ ബോക്സ് ഇതാണ്. ഇത് ബോക്സിന് നമുക്ക് 40 hours ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിസീവർ, ഇതാണ് റിസീവർ. ഇതിന് നമുക്ക് 10 മണിക്കൂറിൻ്റെ ബാറ്ററി ബാക്കപ്പാണുള്ളത്. ഇതുകൊണ്ട് ഈ സെയിം ഒരു ഇതാണ് അവർ ഉദ്ദേശിച്ചേക്കണം ഈ ഒരു റൗണ്ട്. ആക്ച്വലി ഇറ്റ്സ് ഗുഡ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ഇറ്റ്സ് ഗുഡ്. അതുപോലെ തന്നെ ഇത് നമുക്ക് iOS-ലും യൂസ് ചെയ്യാം, ആൻഡ്രോയിഡിലും സെയിം ടൈം യൂസ് ചെയ്യാം. നമ്മുടെ ലൈറ്റ്നിങ് പോർട്ടൊക്കെയാണിത്. ഇതാണ് iOS-ൽ ഇവിടെ ഒരു പോർട്ടൊക്കെ സി ടൈപ്പ് പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലൈറ്റ്നിങ് പോർട്ട്. അപ്പോൾ ഇത് നമുക്ക് ഐഫോണിൻ്റെ ലൈറ്റ്നിങ് പോർട്ട് വരുന്ന ഏതിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഇതാണ് അടുത്തത്. ഇത് നമ്മുടെ സി ടൈപ്പാണ്. ഇത് നമുക്ക് എല്ലാത്തിനകത്ത് യൂസ് ചെയ്യാം. അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ DJയുടെ ഓസ്മോ പാക്കറ്റിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കണക്ടർ ഉണ്ടെങ്കിൽ ഓസ്മോ ആക്ഷനിലും യൂസ് ചെയ്യാം, ഐഫോണിൽ യൂസ് ചെയ്യാം. എല്ലാ സി ടൈപ്പിൽ നമുക്ക് എല്ലാത്തിലും ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും. സോ വിച്ച് ഇസ് ഗുഡ് ആക്ച്വലി. അതായത് ഇതിൽ 24 bit സ്റ്റീരിയോ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. നമ്മുടെ മറ്റേ ഡിജിയിൽ 32 bit ആണ്. അപ്പം ഫസ്റ്റ് കോസ്റ്റ് വൈസും എല്ലാം അടിപൊളിയാണ്. കുറച്ച് ഓൾഡ് വേർഷനാണ്. ഇതിപ്പോൾ ഇതിൻ്റെ പുതിയൊരു വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഈ സെയിം റൗണ്ട് തന്നെ കുറച്ചും കൂടെ അവർ കോമ്പാക്റ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ ചെറുതാക്കിയിട്ട് അവർ ഒരെണ്ണം ഇപ്പം റീസെൻ്റ്ലി ഇറക്കിയിട്ടുണ്ട്. അതും കൊള്ളാം. അപ്പം ഇത് കണ്ടോ ഗൈസ്, ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. വലിയ ബൾക്കിയും കാര്യങ്ങളൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, ഇതാണ് ഗൈസ്. ഇറ്റ്സ് വെരി ചെറിയതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടോ, ആകെ ഇത്രയേ ഉള്ളൂ. ഈ സംഭവം ഇത്രയേ ഉള്ളൂ ആകെ. ഇതാണ് ഗൈസ് അതിൻ്റെ മാഗ്നറ്റ്. നമ്മൾ ഗൈസ് ഇത്രയേ ഉള്ളൂ പരിപാടി. ജസ്റ്റ് എടുക്കുക, ഒട്ടിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മാലയും കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു ജസ്റ്റ് ചെയിൻ പോലത്തെ ഒരു സാധനം. അതിൽ നമുക്കിത് ക്ലിപ്പ് ചെയ്തിടാം. അതിൽ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ചെയിൻ പോലെ ഇട്ടിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതിലുള്ള എൻ്റെ ഡെഡ് ക്യാറ്റും വരുന്നുണ്ട്. കുറേ സാധനങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാക്ക് വരുന്നത്. നമ്മളിതിൻ്റെ ക്രിയേറ്റർ പാക്കാണ് എടുത്തത്. അപ്പം ഇതാണ് ഇതിൻ്റെ മെയിൻ പാക്കറ്റ്. ഇതിനകത്തിൽ ക്യാമറയിലുള്ള റിസീവറും പിന്നെ 2 മൈക്കാണ്. പിന്നെ ഇത് ലൈറ്റ്നിങ് പോകേണ്ട റിസീവർ, ഇത് സി ടൈപ്പ് റിസീവറാണ്. അപ്പോൾ ഇതാണ് ആ ബോക്സ് വരുന്നത്. ജസ്റ്റ് ഗുഡ്. ഈ പാക്ക് വരുന്ന സമയത്ത് തന്നെ ഓൾറെഡി ഫുൾ ചാർജഡായിട്ടാണ് വരുന്നത്. അപ്പം വേറെ ഒന്നും പേടിക്കണ്ട, നേരെ എടുക്കുക, ജസ്റ്റ് പ്ലഗ് ചെയ്യുക, സ്റ്റാർട്ട് റെക്കോർഡിങ്. പക്ഷെ ഇത് ബൾക്കി അല്ല. ഇതിങ്ങനെ കിടക്കുന്ന പോലും അറിയില്ല. ഇപ്പം നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മൈക്കിൻ്റെ ക്വാളിറ്റിയാണ്. ഇത് നമുക്ക് ആക്റ്റീവ് ഇതിപ്പം ഈ ഗ്രീൻ ലൈറ്റാണ് കത്തുന്നത്. ഇപ്പോൾ ഇത് ഓൾറെഡി ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനിലാണ്. ഇത് ENC കൂടെ ഉണ്ട്, എൻവയോൺമെൻറ്റൽ നോയ്സ് ക്യാൻസലേഷൻ പ്ലസ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും ഉണ്ട്. അപ്പോൾ ഇതിൽ അത്യാവശ്യം പവർ പാക്ഡാണ് സാധനം. പിന്നെ ഒരു ജസ്റ്റ് ഡിജിയുടെ മൈക്കും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ റിസീവറിൽ ഈ മൈക്കിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു ഡ്രോബാക്ക് പറയാനില്ല. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത് തമ്മിൽ ഒരു 15,000 ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം ദിസ് ഇസ് ഗുഡ്. അപ്പം അതാണ് നമ്മുടെ ഡിജിയുടെ മൈക്ക്. അപ്പം എനിക്കിത് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ വീഡിയോസിലെല്ലാം ഞാനിത് തന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ
നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ആക്ച്വലി വർത്താണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ശരി എന്നാൽ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.